നടൻ അജിത്തിനോടുള്ള സ്നേഹത്തേക്കാൾ ഉപരി മലയാളികളുടെ പ്രിയപ്പെട്ട നടി ശാലിനിയുടെ ഭർത്താവ് എന്ന രീതിയിലാണ് മലയാളികൾക്ക് അജിത്തിനെ ഏറെ ഇഷ്ടം. പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇന്നും ശാലിനിയെ ഒരു തരി പോലും സ്നേഹക്കുറവില്ലാതെ ഒപ്പം കൂട്ടുന്ന അജിത്തിന് സംഭവിച്ച ഞെട്ടിക്കുന്ന അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തു വന്നത്. അദ്ദേഹത്തിന് കാർ റേസിംഗിനോടുള്ള കമ്പവും ഇഷ്ടവുമൊക്കെ ഏറെ പ്രശസ്തവുമാണ്. അദ്ദേഹത്തിന്റെ വാഹനങ്ങളോടുള്ള പ്രിയം കണ്ടും അറിഞ്ഞുമാണ് അടുത്ത കാലത്ത് നടി മഞ്ജു വാര്യർ പോലും ബൈക്കെടുത്ത് റൈഡിനിറങ്ങിയത്. ഇപ്പോഴത്തെ റേസിംഗ് കാർ പരിശീലനത്തിനിടെ അദ്ദേഹത്തിന് സംഭവിച്ച അപകട ദൃശ്യങ്ങൾ ശാലിനിയെയും ഞെട്ടിച്ചിരിക്കുകയാണ്. കാർ റേസിംഗ് അജിത്തിന് വെറുമൊരു ഹോബിയല്ല. ബാഴ്സലോണയിലെ റേസിംഗ് ട്രാക്കുകളിലടക്കം താരം കാർ റേസിംഗ് പരിശീലിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അപകടം സംഭവിച്ചിരിക്കുന്നത് ദുബായിൽ വെച്ചാണ്. ചൊവ്വാഴ്ച ദുബായിലെ റേസിംഗ് ട്രാക്കിലെ പരിശീലനത്തിനിടെയായിരുന്നു അപകടം. അജിത്ത് ഓടിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് സംരക്ഷണ ഭിത്തിയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ ഏറെ നേരം വട്ടം കറങ്ങുന്നതും ദൃശ്യങ്ങളിൽ കാണാം. 24H ദുബായ് 2025 എന്നറിയപ്പെടുന്ന 24 മണിക്കൂർ റേസിനായുള്ള തയ്യാറെടുപ്പിലായിരുന്നു അജിത്തും ടീം അംഗങ്ങളും. മാത്യു ഡെട്രി, ഫാബിയൻ ഡെഫ്യൂക്സ്, കാമറൂൺ മക്ലിയോഡ് എന്നിവരാണ് അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങൾ. ഇതിനിടെയാണ് സൈഡിൽ ഭിത്തിയിലേക്ക് വേഗതയിലെത്തിയ കാർ ഇടിച്ചു കയറിയത്. മുൻവശം തകർന്ന കാറിൽ നിന്നും നടനും കൂട്ടാളിയും പുറത്തു വരുന്നതും ദൃശ്യങ്ങളിലുണ്ട്. മാസങ്ങൾക്ക് മുൻപാണ് തമിഴ് നടൻ അജിത് കുമാർ സ്വന്തം റേസിംഗ് ടീമിനെ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ വർഷം ബാഴ്സലോണയിൽ ഒരു ടെസ്റ്റ് സെഷനു വേണ്ടിയും അജിത്ത് പോയിരുന്നു. റേസിംഗിനായി ഷാർജയിലെ ട്രാക്കിലും അജിത്തും സംഘവും പരിശീലനത്തിൽ ഏർപ്പെട്ടിരുന്നു. അപകടത്തിൽ താരത്തിന് പരിക്കേറ്റിട്ടില്ല എന്നത് തല ആരാധകർക്ക് ആശ്വാസമായെങ്കിലും ഭാര്യ ശാലിനിക്കും മക്കൾക്കും ഇപ്പോഴും ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല. അംഗീകൃത റേസറായ അജിത്ത് തന്റെ പുതുതായി തുടങ്ങുന്ന റേസിംഗ് ടീമിന് അജിത് കുമാർ റേസിംഗ് എന്നാണ് പേരിട്ടിട്ടുള്ളത്. ദുബായിലെ ഓട്ടോഡ്രോമിൽ ഫെറാറി 488 EVO ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. ടീം നിരവധി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പങ്കെടുക്കുമെന്നും പ്രഖ്യാപനമുണ്ടായിരുന്നു. കഴിവുള്ള യുവ ഡ്രൈവർമാർക്ക് പിന്തുണയും അവസരവും നൽകുക എന്നതാണ് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നും മാനേജർ സുരേഷ് ചന്ദ്ര വ്യക്തമാക്കിയിരുന്നു. പിന്നാലെയാണ് ഈ അപകടം സംഭവിച്ചത്. അജിത്തിന്റെ ആരാധകരാണ് അപകടത്തിന്റെയും ശേഷം പരിക്കൊന്നുമില്ലാതെ നടൻ പുറത്തിറങ്ങി വരുന്നതിന്റെയും വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. സിനിമയ്ക്ക് പുറമെ മോട്ടോർ കാർ റേസിംഗിലും വലിയ താല്പര്യമുള്ളയാളാണ് അജിത് കുമാർ എന്നത് ഏറെ പ്രശസ്തമാണ്. ജനുവരി 12, 13 തീയതികളിലായാണ് ദുബായിൽ മിഷലിൻ 24H റേസിംഗ് നടക്കുക. അന്താരാഷ്ട്ര കാർ റേസിംഗിൽ തന്റേതായ സ്ഥാനം നേടാനുള്ള അജിത്തിന്റെ തീരുമാനമാണ് ഇത്തവണ ദുബായിലെ 24H റേസിംഗിൽ പങ്കെടുക്കുന്നതിന് താരത്തിനെ എത്തിച്ചത്. അജിത്തിന്റെ സ്വപ്ന ചിത്രമായ വിടാമുയർച്ചി, ഗുഡ് ബാഡ് അഗ്ലി എന്നിവയാണ് അജിത്തിന്റേതായി ഉടൻ റിലീസിനൊരുങ്ങുന്ന ചിത്രങ്ങളും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.